ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ വിശുദ്ധവാര ധ്യാനചിന്തയിൽ പങ്കുചേരുവാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ആത്മീയതയുടെ ഇടമായി മാറേണ്ട ദേവാലയം കച്ചവട കേന്ദ്രമായി മാറുകയും കച്ചവടവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വൈരുദ്ധ്യത്തിനെതിരെ പ്രതികരിക്കുന്ന യേശുവിനെയാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് BC 19-ാം ആണ്ടിൽ മഹാനായ ഹെരോദാവ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വിസ്തൃതമാക്കിയ ദേവാലയം. പ്രവാസത്തിന് ശേഷം യഹൂദർ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ പണിത ദേവാലയത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിൽ അധികം വിസ്തൃതിയോടുകൂടി 36 ഏക്കറിൽ അധികം സ്ഥലത്താണ് യെരുശലേം ദേവാലയം നവീകരിച്ച് വിസ്തൃതമാക്കിയത്. ആ ദേവാലയത്തിന് 4 ഭാഗങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലുതും പുറമെയുള്ള ഭാഗവുമായിരുന്നു കോർട്ട് ഓഫ് ദ ജെന്റിലിസ്, വിജാതികളുടെ മണ്ഡപം എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് അതിനുശേഷം വലിയ ഒരു മാർബിൾ ഭിത്തി കടന്നു ചെല്ലുമ്പോഴാണ് യഹൂദ പുരുഷന്മാരുടെ, സ്ത്രീകളുടെ, പുരോഹിതന്മാരുടെ മണ്ഡപങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗം അതിലും പിറകിലായിട്ടാണ്. വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും നിലനിന്നിരുന്നത്. ഇതിൽ വിജാതിയരുടെ മണ്ഡപം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് AD 26 ശേഷം കയ്യഫാവ് പ്രധാന പുരോഹിതനായിരുന്ന കാലത്ത് ചന്ത ആരംഭിക്കുകയും ബലിമൃഗങ്ങളുടെ വിപണനവും നാണയമാറ്റത്തിൻ്റെ ഇടങ്ങളുമായി തീർന്നു. ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന പെരുന്നാളുകളിൽ ധാരാളമായി മൃഗങ്ങൾ, പക്ഷികൾ, അവയുടെ അസഹ്യമായ ശബ്ദവും ദുഷിപ്പിക്കുന്ന ഗന്ധവും വിലപേശലും ദേവാലയത്തിൽ പണം മാറ്റുന്നവരുടെ തിരക്കും കോലാഹലവും എല്ലാം കൂടി ദൈവാലയത്തെ അവഹേളിക്കുന്ന കേളിരംഗമായി. ഇതെല്ലാം മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ഫലമാണ്. യേശു ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. ദേവാലയം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അവിടം വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന ഇടമാകരുത്. ദൈവാലയം പ്രാർത്ഥനാലയം ആയിരിക്കണം. ദൈവാലയം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഇടമായിരിക്കണം. ദൈവാലയം അത്ഭുതകരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഇടമായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന ഇടമായിരിക്കണം. ദാവീദ് ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 122 1-ാമത്തെ വാക്യം, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെശയ്യാപ്രവചനം 56-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. ഈ ദിവസങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ദേവാലയങ്ങൾ എപ്രകാരമാണ്? നാം ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങൾ അത് വിശുദ്ധമായി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെയും ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ രക്ഷകനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, നമ്മെ ഒന്നുകൂടി ശുദ്ധീകരിപ്പാൻ, നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കാണപ്പെടാം. സർവശക്തനാകുന്ന ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.